ഇവാഞ്ചലിസ്റ്റും ഒപ്പം തന്നെ സാഹിത്യകാരനുമായ JC ദേവിനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഈ സദസ്സിലില്ല. കേരള ക്രൈസ്തവരുടെ ഇടയിലുണ്ടോ എന്നും സംശയമാണ്. 76 വയസ്സ് പിന്നിട്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോഴും ഏറെക്കുറെ ആരോഗ്യമുണ്ട്. കുറേക്കുറെ ജീവിച്ചിരുന്ന് മഹത്തായ പ്രൗഢമായ കൃതികൾ അദ്ദേഹം രചിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആദ്യമേ അതിനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുമാണ്. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർക്ക് മഹാത്മാക്കളെന്ന പദവി ചാർത്തി കൊടുക്കുന്നു. മഹാത്മാർ എന്ന പദവി ആർജിക്കുന്നവരുമുണ്ട് ചിലർ. ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ശ്രീ JC ദേവ്. സ്വപരിശ്രമം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് ക്രൈസ്തവ കരളിക്കുന്നത് മാത്രമല്ല, മലയാളത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ ദിഷണാശാലിയാണ് ബ്രദർ JC ദേവ്. ഒരു സാഹിത്യകാരനോട്, വിശ്വപ്രസിദ്ധ എഴുത്തുകാരനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, അങ്ങയുടെ മഹത്തായ സംഭാവനയുടെ നിദാനം എന്താണ്? ദിഷണയാണോ എന്ന് പ്രത്യേകം ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി 95% കഠിനാധ്വാനവും 5% പ്രതിമയുമാണ്. ഇവിടെ ഇരിക്കുന്ന ബ്രദർ JC ദേവ് 40ഓളം പുസ്തകങ്ങൾ എഴുതുകയും നിരവധി ലേഖനങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്തത് കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. അക്കാദമികമായ മികവ് അദ്ദേഹത്തിന് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് 25 വയസ്സ് എത്തിച്ചേർന്ന സമയത്ത് തന്നെ ഗ്രന്ഥരചന ആരംഭിച്ചു. ഒരു ഗ്രന്ഥകാരന് മഹാന്മാരുടെ വീക്ഷണത്തിൽ 40 വയസ്സെങ്കിലും വേണമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ 25 വയസ്സിനുള്ളിൽ അദ്ദേഹം എഴുതിയ 2 ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുവോളം അറിവ് ദാർശനിക മേഖലയിലും ചരിത്ര മേഖലയിലും വൈജ്ഞാനിക മേഖലയിലും ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ പ്രഥമ കൃതി തന്നെ അതിനൊരു തെളിവാണ്. ഈസ് ഗോഡ് ഡെഡ്? ദൈവം മരിച്ചുവോ? അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി. അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ MO മത്തായി അല്ലേ, അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. ഹൈദരാബാദിൽ സംഘടിപ്പിക്കപ്പെട്ട യുക്തിവാദ സമ്മേളനത്തിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ആ പ്രബന്ധം ഈ MO അല്ലെങ്കിൽ ജോസ് മത്തായി സഹോദരൻ്റെ പരിശ്രമം കൊണ്ട് അത് ഇംഗ്ലീഷിലാക്കി വിതരണം ചെയ്തു. അതൊന്ന് പരിശോധിച്ചാൽ അറിയാം, 25 വയസ്സിനുള്ളിൽ അദ്ദേഹം ആർജിച്ച വൈജ്ഞാനികമായ സമ്പത്ത് എത്ര അപാരമായിരുന്നുവെന്ന്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ സാധിച്ചു? വലിയ അല്ലെങ്കിൽ നിരവധി ഡിഗ്രികൾ സമ്പാദിച്ചവർക്ക് പോലും സാധിക്കുകയില്ല. നിരീശ്വരവാദപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അപ്പോളജറ്റിക്സ്, നമുക്കറിയാം അപ്പോളജറ്റിക്സ് വാദപ്രതിവാദത്തോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. വിശ്വാസ സമർത്ഥന വിജ്ഞാനീയമെന്നാണ് അതിന് കൊടുക്കുന്ന മലയാളം. ഏതായാലും ആ രംഗത്ത് അന്ന് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും സമർത്ഥമായ നിലയിൽ അപ്പോളജറ്റിക്സ് വിഷയം സമർത്ഥിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് കൈരളിക്കൊരഭിമാനമാണ്. നിരീശ്വരവാദികൾ കത്തിജ്വലിക്ക് നിൽക്കുന്ന സമയമാണ് 70കൾ. കേരളത്തിൽ നമുക്കറിയാം ജോസഫ് ഇടമറുക്, MC വർഗീസ്,
ഒപ്പം തന്നെ കോവൂറ് അവർക്ക് നിറഞ്ഞാടുന്ന സന്ദർഭത്തിലാണ്. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രായേണ ഒരു ചെറുപ്പക്കാരനായ ഇദ്ദേഹം മുൻപോട്ട് കടന്നു വരികയും അവരുടെ ആശയങ്ങളെ യുക്തിസഹമായിട്ട് ഖണ്ഡിച്ചുകൊണ്ട് പുസ്തകമെഴുതുകയും വേദികൾ ഓരോന്നായിട്ട് അനേക സ്ഥലങ്ങളിൽ പങ്കിട്ടുകൊണ്ട് അവരുമായിട്ട് ഒരു മല്ലയുദ്ധത്തിന് പോലും തയ്യാറായത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ദൈവം മരിച്ചുവോ? നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിന് ഇണങ്ങുന്ന ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ശീർഷകമല്ലത്. പക്ഷെ അന്ന് അതിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ പുസ്തകം ഒന്നും ഒരുപക്ഷെ ആദ്യത്തേതെന്ന് പറയാവുന്ന വിഷം തരൂ പകരം ജീവൻ എന്ന പുസ്തകമാണ്. എൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരിപ്പുണ്ട്. വിഷം തരൂ പകരം ജീവൻ, 2ാമത്തെ എഡീഷനാണ്. ഈ പേര് തന്നെ എത്ര മഹത്തരമായിരിക്കുന്നു. ടൈറ്റിൽ, അതായത് ശീർഷകം. ഈ ടൈറ്റിൽ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു ജിജ്ഞാസ ഉണ്ടാകും. വിഷം തരൂ പകരം ജീവൻ. എന്താണ് വിഷം? എന്താണ് ജീവൻ? ഈ നോവലുകൾക്കും മറ്റും കൊടുക്കുന്ന ഒരു ശീർഷകമാണ് അദ്ദേഹം ഇതിന് കൊടുത്തിരിക്കുന്നത്. അതും ഈ യൗവനകാലത്ത് തന്നെ അത് കണ്ടെത്തി പ്രയോഗിച്ചിരിക്കുന്നു. വായിച്ചു പോകുന്നവർക്ക് മാത്രമേ ഈ വിഷം പാപവിഷമാണെന്നും ആ വിഷം ചോദിക്കുന്ന കർത്താവാണെന്നും അങ്ങനെ വിഷം കൊടുത്തിട്ട് സ്വീകരിച്ചിട്ട് ജീവൻ കൊടുക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണെന്നും ഈ പുസ്തകത്തിലൂടെ വളരെ വൈദഗ്ധ്യമായി അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ലഭിച്ച കഴിവിൻ്റെ അല്ലെങ്കിൽ പ്രതിഭയുടെ അടിസ്ഥാനത്തിൽ സാധിച്ച കാര്യമാണ്. ഇത് എൻ്റെ കൈവശം ഇവിടെ ഒരു പുസ്തകം മാത്രം ഇരിപ്പുണ്ട്. അതിൻ്റെ ഓരോ ഹെഡിങ്ങും ഞാൻ പരതി നോക്കിയപ്പോൾ അതിൽ വിശകലനം ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ വളരെ വിപുലമാണ്. ചെറുപ്പക്കാരനായ അദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ തന്നെ വാച്ച്മെൻ നീ എന്നൊരു വേദ വ്യാഖ്യാതാവ് ചൈനയിലുണ്ടായിരുന്നു. അദ്ദേഹം 25ാമത്തെ വയസ്സിൽ എഴുതിയ 3 വാല്യം പുസ്തകമാണ് സ്പിരിച്വൽ മാൻ. 3 വാല്യം പുസ്തകം 25 വയസ്സിൽ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞെങ്കിൽ അത് ആഭാരം തന്നെയല്ലേ? ഇതുപോലെ തന്നെ അദ്ദേഹം ജെ.സി. ദേവൻ്റെ ധിഷണ പ്രചാരമായി വിളങ്ങുവാൻ ഇടയായിത്തീർന്ന ഈ ഗ്രന്ഥം നമുക്ക് ഓരോരുത്തർക്കും അഭിമാനകരമാണ്. 2ാമത്തെ എഡീഷൻ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റ് സന്ദർഭങ്ങളിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. വിഷം തരൂ പകരം ജീവൻ. പിന്നീട് വചനം ശാസ്ത്രദൃഷ്ടിയിലൂടെ 1976 ഓഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ശാസ്ത്രദൃഷ്ടിയിലൂടെ, ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ശാസ്ത്ര വിഷയങ്ങൾ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചാണ് അദ്ദേഹം സമർത്ഥിച്ചിരിക്കുന്നത്. ശാസ്ത്രകാരന്മാർക്ക് പലപ്പോഴും സാധിക്കാത്ത കാര്യം അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. ഈനക്ക് എന്നൊരു പ്രൊഫസർ ഈനക്കിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. പ്രൊഫസർ ഈനക്ക് മദ്രാസിൽ താമസിക്കുന്ന ഒരു പ്രൊഫസറായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ സൃഷ്ടി എന്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്? പരിണാമം എന്താ? അതെ, ആ ഗ്രന്ഥം ഞാൻ വായിച്ചിട്ട് വളരെ കറങ്ങി ഒന്ന് മനസ്സിലാക്കാൻ. അത്ര ഗഹനമാണ്. അത്രമാത്രം ശാസ്ത്ര അറിവ് എനിക്കില്ലാത്തതുകൊണ്ടായിരിക്കാം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. അപ്പോൾ ആ ഗ്രന്ഥമൊക്കെ ബ്രദർ ജേസഫ് ദേവ് പഠിക്കുകയും അത് പരസ്യമായിട്ട് സമർത്ഥിച്ചുകൊണ്ട് യുക്തിവാദികളുടെ ചിന്തനങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്തത് മഹത്തായ ഒരു കാര്യമാണ്. അത് സൃഷ്ടിയെക്കുറിച്ച്, പരിണാമത്തെക്കുറിച്ച്, പരിണാമവാദത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പൊള്ളവാദങ്ങളെക്കുറിച്ചൊക്കെ ഊളിയിട്ടിറച്ചിരുന്നു. അതിൽ അന്തർലീനമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അത് നിഷേധാത്മകമായ കാര്യങ്ങൾ എല്ലാം സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം
നമുക്ക് ഓരോരുത്തർക്കും അഭിമാന വിജൃംഭിതം ആയിത്തീരേണ്ട വസ്തുതയാണ് എന്നോർക്കുകയാണ്. അപ്പോൾ ഇവാഞ്ചലിക്കൽ എൻസൈക്ലോപീഡിയ ഇന്ത്യ എന്ന കൃതി 1976 ഡിസംബറിൽ അദ്ദേഹം എഴുതി. അതിൻ്റെ കോപ്പി ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ലെന്നാണ് പറഞ്ഞത്. അത് പൂർണ്ണമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു വോള്യം ഇറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബൈബിളിൽ തെറ്റുണ്ടോ? ബൈബിളിൽ തെറ്റുണ്ടെന്ന് അനേക യുക്തിവാദികൾ പറയുന്നുണ്ട്. പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബൈബിളിലെ മാനുസ്ക്രിപ്റ്റുകൾ, അതായത് കയ്യെഴുത്ത് പ്രതികൾ, നിരവധി കയ്യെഴുത്ത് പ്രതികളുണ്ടല്ലോ, അതും ബൈബിളിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ വളരെ വാചാലമായി അദ്ദേഹം അവിടെ ഭംഗ്യന്തരേണ അവതരിപ്പിച്ചിട്ടുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. പിന്നീട് കല്ലറയുടെ സംഗീതമെന്ന് 1978 സെപ്റ്റംബറിൽ എഴുതിയൊരു പുസ്തകമുണ്ട്, കല്ലറയുടെ സംഗീതം. അത് ജോൺസൺ എന്നുള്ള യുവ വിശ്വാസിയുടെ സംക്ഷിപ്തമായ ഒരു ജീവചരിത്രമാണ്. അദ്ദേഹം 26ാമത്തെ വയസ്സിൽ മരിച്ചുപോയി അല്ലേ. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ ജീവിതം അദ്ദേഹത്തിന് വളരെ പ്രചോദനമായി തീർന്നു. ബാലസംഘത്തോട് ചേർന്ന് ആ യുവാവ് സുവിശേഷ രംഗത്ത് സജീവമായിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹം ചെയ്ത സേവനങ്ങളാണ് ആ ഹ്രസ്വഗതിയിലൂടെ ഈ എഴുത്തുകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാൽവറി അധികം ദൂരെയല്ല 1979 ജനുവരിയിൽ ഇറങ്ങിയ മറ്റൊരു പുസ്തകം. അതിനെക്കുറിച്ച് അങ്കമാലി സുവിശേഷകനായിരിക്കുന്ന ജോൺസൺ കുളങ്ങര അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി അവതാരിക 2ാമത്തെ എഡീഷന് കൊടുത്ത അവതാരിക അദ്ദേഹം ആ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെയധികം അല്ലെങ്കിൽ ഹഠാത് ആകർഷിച്ച ഒരു ഗ്രന്ഥമാണ് അത്. അപ്പം അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ക്രൈസ്തവ ജീവിതത്തിൽ സഹായകമായൊരു ഗ്രന്ഥമാണ് അതെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. പിന്നെ യുവനായകൻ യേശു 1985 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമാണ് യുവനായകൻ യേശു. ക്രിസ്തു വിജ്ഞാനീയപരമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ക്രിസ്തുവിൻ്റെ യുവരക്തം ലോകത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ പ്രസക്തി തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ആ യുവനായകൻ ക്രിസ്തു എന്ന ഗ്രന്ഥത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയോളജി എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ തിയോളജിയെക്കുറിച്ച് പഠിച്ചാൽ ഒരു കാര്യം ബോധ്യപ്പെടും, അദ്ദേഹത്തെ ആമൂലാഗ്രം സ്വാധീനിച്ച ഒരു കാര്യം ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനീയം. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഉടനീളം ക്രിസ്തു വിജ്ഞാനം ഇങ്ങനെ ത്രസിച്ച് വികസിച്ച് നിൽക്കുന്ന കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനുണ്ടായിരിക്കുന്ന സ്വാധീനം വലുതാണ്. പക്ഷേ മറ്റു പലരെ അപേക്ഷിച്ച് ക്രിസ്തു വിജ്ഞാനീയ സംബന്ധമായി അദ്ദേഹം വളരെ കാഴ്ചപ്പാടുള്ള ദർശനമുള്ള വ്യക്തിയാണെന്ന് ഈ കൃതികൾ ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അടുത്തതായിട്ട് കേണൽ ജെയിംസ് ഇർവിൻ 1985 സെപ്റ്റംബർ എഴുതിയ പുസ്തകം. കേണൽ ഇർവിൻ്റെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം ചന്ദ്രനിൽ പോയ വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ അറിയാവുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ബൈബിൾ മതങ്ങളും ആരാധനയും 1987 ഏപ്രിൽ ആണ് പ്രസിദ്ധീകരിച്ചത്. ബൈബിൾ മതങ്ങളും ആരാധനയെ ഞാനത് വളരെ കൂലങ്കഷമായി ഒന്ന് പരിശോധിക്കുകയുണ്ടായി. അതിൽ ഉള്ളടക്കം ചെയ്ത കാര്യങ്ങളൊക്കെ ഓരോന്നായി വിവരിക്കാൻ ഞാൻ മെനക്കെടുന്നില്ലെങ്കിലും മതങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ സമർത്ഥമായി വിശകലനം ചെയ്തിട്ടുണ്ട്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രേക്ക് മതത്തെക്കുറിച്ച്, യഹൂദ മതത്തെക്കുറിച്ച്, ബാബിലോണിയ മതത്തെക്കുറിച്ച്, റോമൻ മതത്തെക്കുറിച്ച്, അങ്ങനെ മതങ്ങളുടെ ആരാധനയും അവരുടെ സാമ്പ്രദായിക രീതികളും അവരുടെ ഉപദേശ സംഹിതകളൊക്കെ വളരെ ഹ്രസ്വമായി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. മതങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അഗാധമാണെന്ന് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അടുത്തത് 2 പ്രബന്ധങ്ങളാണ്
1987 പ്രസിദ്ധീകരിച്ചത്. യേശു മിഥ്യാവാദം ഒരു പഠനം. അത് ഇടമലകിന് കൊടുത്ത മറുപടിയാണ്. ഇടമലക് 70കളിലും 80കളിലും കേരളത്തിലുടനീളം അധികം ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു യുക്തിവാദിയാണ്. അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അക്കാലത്ത് വളരെ പ്രസക്തിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ദൈവം കൊടുത്ത മറുപടി വളരെ വായിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ദൈവസഭയും അടിസ്ഥാന ഉപദേശങ്ങളും 1988 മാർച്ചിൽ പ്രസിദ്ധീകരിച്ചതാണ്. അടിസ്ഥാന ഉപദേശങ്ങൾ എന്താണെന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാമല്ലോ എന്തെല്ലാം അടിസ്ഥാന ഉപദേശങ്ങൾ, പ്രസക്തമായ ഉപദേശങ്ങൾ അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്യിക്കുന്നു. ബൈബിളും സാഹിത്യവും അത് ശ്രദ്ധേയമായ ഒരു കൃതി ആണ്. 88 അത് പ്രസിദ്ധീകരിച്ചത്. സാഹിത്യ ബൈബിൾ പലപ്പോഴും ഒരു സാഹിത്യ ഗ്രന്ഥമായി പരിഗണിക്കപ്പെടുന്നില്ല. പക്ഷേ വിശ്വ സാഹിത്യത്തിൽ ഒരു കാലത്തും അവഗണിക്കാനാവാത്തൊരു സ്ഥാനം ബൈബിളിലുണ്ടെന്ന് ബൈബിളിലെ കൃതികളിൽ ഓരോന്നായി പ്രധാനപ്പെട്ട സാഹിത്യ ഗന്ധിയായ കൃതികളിൽ ഓരോന്നും പരതി നോക്കി സമർത്ഥിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഉദാഹരണം, ഉത്തമഗീതത്തിൽ അടങ്ങിയിരിക്കുന്ന സാഹിത്യം, അതോടൊപ്പം തന്നെ ഇയ്യോബിലടങ്ങിയിരിക്കുന്ന സാഹിത്യം, പുതിയ നിയമത്തിലെ പല കൃതിയിലടങ്ങിയിരിക്കുന്ന സാഹിത്യം, അതിൻ്റെ മികവ്, അതിൻ്റെ സ്വാധീനത, ആസ്വാദ്യത ഓരോന്നും അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ട്. ആ കൃതിയിൽ സഭാപരിപാലനം 1988 മേയിൽ ഇറക്കിയ പുസ്തകമാണ്. സഭ സംബന്ധിച്ചൊരു പുസ്തകമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവം മതം യുക്തിവാദം 1990 ഡിസംബറിൽ ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് സഹാക്കളെ മുന്നോട്ട് അത് നമുക്കറിയാവുന്ന പേര് കേൾക്കും തന്നെ കമ്മ്യൂണിസത്തെ പരാമർശിക്കുന്ന കാര്യമാണല്ലോ. അദ്ദേഹത്തിന് കമ്മ്യൂണിസം എന്താണെന്ന് ഒരു ശരിയായ അവബോധമുണ്ട്. ഇന്ന് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ എന്താണെന്ന്, പ്രത്യയശാസ്ത്രം എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നിലപാടുകൾ എന്താണെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം അതൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നെടുത്ത് പറയട്ടെ. പിന്നെ ദൈവശാസ്ത്രം 1994 ഇറക്കിയതാണ്. അതിന് മറ്റൊരു ഗ്രന്ഥം യാക്കോബ് രാമവർമ്മ. അത് എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു അറിവ് ഈ പുസ്തകത്തിൽ നിന്നാണ്. അത് 1879 രാമവർമ്മ എന്നൊരു രാജകുടുംബത്തിൽപ്പെട്ട ആൾ 26 മറ്റോ വയസ്സിൽ കർത്താവിന് രക്ഷിതാവായി സ്വീകരിക്കുകയും അദ്ദേഹം രാജകുടുംബത്തിൽ ബഹിഷ്കൃതനായി തീർന്ന് പിന്നീട് വൈദികനായി തീർന്ന ചരിത്രമാണ്. നമ്മളെ വളരെയധികം സ്വാധീനിക്കേണ്ട, നമുക്ക് ഓരോർക്കും പ്രചോദനം നൽകേണ്ട ഒരു കൃതിയാണ്. ഉണ്ടെങ്കിൽ അത് വായിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. യാക്കോബ് രാമവർമ്മയുടെ ആത്മകഥയുടെ ഒരു പഠനമാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ അതാണെന്നാണ്. ഓക്കെ, അടുത്തതായിട്ട് ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച്. അത് സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, നാഗലിൻ്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട ഒന്നാണ്. ആഴ്ചവട്ട 1-ാം നാളിൽ നമുക്കറിയാവുന്ന പോലെ കർത്തൃമേശയെക്കുറിച്ചുള്ള പഠനമാണ്. ഡാവിഞ്ചി കോഡും യേശുവും മറിയും, ചരിത്രത്തിനോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനം, പരിശുദ്ധാത്മയുഗം എന്ന കൃതി ഒരുപക്ഷെ നമുക്ക് അഭിപ്രായപ്പെടാൻ തോന്നാവുന്ന ഒരു കൃതിയാണ്. പക്ഷേ പെന്തക്കോസ് വിശ്വാസികൾ ഉയർത്തിപ്പിടിക്കുന്ന പരിശുദ്ധാത്മാ സംബന്ധിച്ച കാര്യങ്ങളും അതിന് വിരുദ്ധമായ കാര്യങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു കൃതിയാണ് പരിശുദ്ധാത്മാ യുഗം എന്ന് കാണാൻ കഴിയും. പിന്നെ നിഷേധി എന്നൊരു നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നോവലിസ്റ്റും കൂടെയാണ്. അത് ഇപ്പോൾ വിശദീകരിച്ചാൽ സമയം കിട്ടുകയില്ല. ഓക്കെ, പോട്ടെ. ഇനിയും യഥാർത്ഥ ആത്മീയത, സൺഡേ സ്കൂൾ പാഠാവലി, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പുസ്തകം ജീവിതം, മരണം, മരണാനന്തരം. ജീവിതത്തിൻ്റെ നിർവചനം, ജീവിതത്തിൻ്റെ അർത്ഥം, അതൊക്കെ അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്.
മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അത് മഹത്തരമായ ഒരു കൃതിയാണ്. പിന്നെ മല്ലപ്പള്ളിയിലെ പ്രഥമ പതന സമൂഹം അരുണോദയം എന്നുള്ളത് നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങളിലെ അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു വിശകലനം ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇറക്കിയിട്ടുണ്ട്, യേശുവിൻ്റെ പള്ളിക്കൂടത്തിൽ 2 വാല്യമായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ സുലഭമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് പാലമറ്റത്തിന് സഹായത്തോടുകൂടെ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, ആത്മകഥയാണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജെ.സി. ദേവ് എന്ന പേര് ഒരു ചലനാൽ സൃഷ്ടിക്കുന്ന പേര് തന്നെയാണ്. അദ്ദേഹം ശരിയായ പേര് CJ ദേവസി എന്നാണ്. തൃശ്ശൂർ ദേശനിവാസിയാണ്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ചാലകശക്തിയുള്ള പേരായി ഈ ജെ.സി. ദേവ് നിലകൊള്ളുന്നു. അദ്ദേഹം നീണാൽ അല്ലെങ്കിൽ ആയുസ് കൂടുതൽ ഉള്ളവനായി കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനും അദ്ദേഹത്തിൻ്റെ തൂലികയും വാക്കുകളും കുറച്ചുകൂടെ ശക്തമായ പ്രൗഢമായ നിലയിൽ വിനിയോഗിക്കപ്പെടുവാനും ദീർഘായുസ് കൊടുക്കുവാനും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശീർവാദങ്ങൾ നൽകിക്കൊണ്ട് എൻ്റെ ഹ്രസ്വമായിരിക്കുന്ന പ്രബന്ധാവതരണം ഇവിടെ അവസാനിപ്പിക്കും.